ഇന്ന് ഞാനിവിടെ പനീർ കറി ഉണ്ടാക്കാൻ പോകുന്നു. ഇന്നലെ പനീർ റെഡിയാക്കി വെച്ചിരുന്നു. അതിനാവശ്യമായ സാധനം ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ തേങ്ങാപ്പാൽ, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, എണ്ണ ആവശ്യം. പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ ഒന്ന് പനീറായിട്ടൊന്ന് കളറ് ചേഞ്ച് ആയപ്പോൾ ഉടഞ്ഞു പോവില്ല. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പനീർ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇറക്കിതിലിട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ രീതിയിൽ ഇതിൻ്റെ അംശമുണ്ട്. ചെറിയ രീതിയിൽ മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂക്കണ്ട, ചെറിയ കളറൊന്ന് ഒരുപാട് കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക് ഇളക്കാം. അരിച്ചിട്ട് ചെറിയ തീയിലിട്ട് ഇളക്കിയെടുക്കണം. ഇതിൽ നമുക്ക് അതിൻ്റെ കരിഞ്ഞു പോകാതെ എടുക്കുക. നല്ലൊരു കറിയാണ്, വെജിറ്റേറിയൻ കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും കടയിൽ നിന്നൊക്കെ അല്ലേ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു 2-3 കവറ് പാലെടുത്ത് നമുക്ക് വീട്ടിൽ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതല്ലേ. നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം നന്നായി നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തീയൊന്ന് കുറച്ചതിന് ശേഷം മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമായ മസാല ഇട്ട് കൊടുക്കാം. ഇതിൽ ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, അപ്പോൾ എല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കാം. നല്ല ഒന്ന് മൂത്ത് കറിയൊക്കെ ആയി വരുമ്പോൾ നല്ല മണമായിരിക്കും. കഴിക്കാനും എല്ലാവർക്കും മൂത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കറിയുണ്ട്, വേറെ വെള്ളമൊന്നും ചേർക്കത്തില്ല. അപ്പോൾ ഇത് നമുക്ക് പാലിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഇളക്കണം. ഇളക്കി യോജിപ്പിക്കുമ്പോഴത്തേക്ക് കറിയൊക്കെ ഉണ്ട്. തിളച്ച് തുടങ്ങി. നെയ്യൊക്കെ എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലിത്തിരി കറിവേപ്പില ഇടാം, മല്ലിയിലയും ഇടാം ആവശ്യത്തിന്. ഏതാണ് ഇപ്പോൾ ഇവിടെ മല്ലിയില ഇല്ല, കറിവേപ്പില മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇട്ടത്. ഇനി ഇതിൽ നമുക്ക് ചേർക്കാനുള്ളത് ഗരം മസാല ലാസ്റ്റിലാണ് ഇടുന്നത്. കാര്യം മണം ഇട്ട് തിളച്ച് വരുമ്പോഴത്തേക്കുണ്ട് നല്ല ഇത് കുറുവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം ഒരുപാട് ഇളക്കാതെ എല്ലാം ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ മൂത്തതായാലും അത് പറഞ്ഞു പോകും. റെഡിയായിട്ടുണ്ട് നമ്മൾ കറി. അതിലേക്ക് ഇട്ട് കൊടുക്കണ്ട. നെയ്യൊക്കെ തെളിഞ്ഞ് എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് പറയുക. ഇനി അടുത്ത
കറി റെഡിയായി. ഇനി എല്ലാവർക്കും കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.